മേയർ ആര്യ രാജേന്ദ്രനെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പരാജയ ഭീതി കൊണ്ടെന്ന് ആർ ശ്രീലേഖ. 5 വർഷത്തെ അഴിമതി നിറഞ്ഞ ഭരണം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് CPM ഭയക്കുന്നു. ഒരു മേയർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ചരിത്രത്തിലാദ്യമെന്നും ആർ ശ്രീലേഖ ജനം ടിവിയോട് പറഞ്ഞു. പ്രജിത് മോഹനൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിലൊന്നാണ് ഇക്കുറി തിരുവനന്തപുരത്ത് നടക്കുന്നത്. അതിന്റെ കേന്ദ്ര ബിന്ദു എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഗ്ലാമർ സ്ഥാനാർത്ഥികളിൽ ഒന്നായിട്ടുള്ള, ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളായിട്ടുള്ള ശ്രീലേഖ RIPS ആണ് നമുക്കൊപ്പം ഉള്ളത്. മേഡം, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ? നല്ല ഉഷാറായിട്ട് പോണു. ആദ്യം തൊട്ട് തന്നെയുള്ള ഒരു ഊഷ്മളത ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഞാൻ ഇതിങ്ങനെ ശരിക്കും ആസ്വദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഇതിപ്പോ ഭയങ്കര ഒരു നല്ല സപ്പോർട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നു. എൻ്റെ കൂടെ നടക്കുന്നവരുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നു. അങ്ങനെ പാർട്ടിയിൽ നിന്ന് വലിയ സപ്പോർട്ട് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു സ്നേഹവും ഈ ഒരു ഊഷ്മളതയും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഊർജ്ജം നൽകുന്നു. അതുപോലെ ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതായത് ഇവരാരും അധികം അങ്ങനെ ചർച്ച ചെയ്യാത്തൊരു വിഷയം. ജനം TV കുറച്ച് ദിവസം മുമ്പ് വാർത്ത നൽകിയിരുന്നു. പക്ഷെ മറ്റാരും അതങ്ങനെ ചർച്ച ചെയ്യുന്നില്ല. ആര്യ രാജേന്ദ്രന്റെ ഒരു അസാന്നിധ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ആണ്. അത് ഞാൻ കുറെ നാളായിട്ട് ഓർത്തു. അപ്പൊ ഇതുവരെ കാണാത്തത് കൊണ്ട് ഇപ്പോൾ ഉറപ്പായി അവരെ പുറത്തിറക്കത്തില്ല, തല കാണിക്കില്ല എന്നുള്ളത്. അത് അവർ തന്നെ സ്വയം സമ്മതിക്കുന്നതാണ്. ഞങ്ങളുടെ കഴിഞ്ഞ 5 വർഷത്തെ മേയർ ഒരു വൻ പരാജയമായിരുന്നു. അതുകൊണ്ട് അവരെ പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ 8 നിലയും പൊട്ടും, നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ള അവരുടെ തന്നെ ഒരു പരാജയ സമ്മതമാണത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകുമ്പോൾ പിന്നീട് ഈ അഴിമതി നിറഞ്ഞ ഭരണം ജനങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മേയർ പ്രചാരണത്തിൽ ഇറങ്ങാത്ത ഒരു അവസ്ഥ ജനം തിരിച്ചറിയണം, അവർക്ക് മനസ്സിലാവണം. എന്നിട്ടും ഈ വോട്ട് ചോദിച്ച് വരാനുള്ള ഒരു ധൈര്യം ഇവർ കാണിച്ചത് ജനം തിരസ്കരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ആകെ ഉണ്ടായിരുന്നത് കേന്ദ്രത്തിന്റെ ചില പദ്ധതികൾ, അത് ഇവിടുത്തെ സംസ്ഥാനത്തിന്റെ പദ്ധതികൾ എന്ന രീതിയിലൊക്കെ തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് റോഡുകൾ അടക്കമുള്ള കാര്യങ്ങൾ, പക്ഷെ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് കരുതുന്നു. അറിയണം, തീർച്ചയായിട്ടും. അവരുടെ പ്രചാരണ പത്രികകളിൽ അല്ലെങ്കിൽ അവരുടെ നോട്ടീസുകളിലൊക്കെ വന്ദേ ഭാരതിന്റെ ട്രെയിനിന്റെ പടവും വിഴിഞ്ഞം പോർട്ടിന്റെ പടവും റോഡുകളുടെ പടവും ഒക്കെ ഇട്ടിട്ട് ഇതെല്ലാം ഒന്നുപോലും ഇവരുടെ പണമില്ല, ഒന്നുപോലും ഇവരുടെ കഴിവല്ല. ഒരു കാര്യം പോലെ ഇവിടെ ഈ അന്ന കൊടുക്കുന്നത് പോലും, റേഷൻ കിറ്റ് കൊടുക്കുന്ന പോലും പ്രധാനമന്ത്രിയുടെ അന്ന യോജനയിൽ നിന്ന്, PMKY പദ്ധതി അങ്ങനെ ഉള്ള ഒരു യോജനയിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പൊ അതുപോലും ജനം ഇപ്പോഴറിഞ്ഞു തുടങ്ങി. കാരണം നമ്മൾ അതിന് പ്രചാരണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി, 4.5 ലക്ഷം കോടിയുടെ കടക്കണിയിൽ വീണ് കിടക്കുകയല്ലേ. അവർക്ക് ഈ ഇപ്പോൾ അനൗൺസ് ചെയ്ത പെൻഷൻ പോലും കൊടുക്കാൻ പറ്റുന്നില്ല. തെരഞ്ഞെടുപ്പ് ചട്ടം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് മുഖ്യമന്ത്രി കയറി ഒരു പ്രസ്താവന നടത്തി, ഇത്രയും കൂട്ടി അത്രയും കൂട്ടി ഇത്രയും കൂട്ടി എന്ന്. പിന്നെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുണ്ട്, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല, അത് കഴിഞ്ഞിട്ട് ആലോചിക്കാമെന്ന്. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സംസ്കാരമാണ് CPM ഉള്ളത് എന്നുള്ളത് ജനം തിരിച്ചറിയും. അതിന്റെ ഉത്തരവ് പോലും ഇറങ്ങിയിട്ടില്ല. പക്ഷേ അതിന്റെ പേരിൽ ചില ഫോമുകളുമായി CPM നേതാക്കൾ വീടുകളിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. ആ ഫോം ജനങ്ങളെ പറ്റിക്കാനുള്ളതാണ്. ഇത് ഒരു ഇലക്ഷൻ പെരുമാറ്റച്ചട്ടത്തിന് എതിരായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണുന്നില്ലേ? ഇതൊന്നും ഈ റിട്ടേണിംഗ് ഓഫീസർ കാണുന്നില്ലേ? അവരെന്താണ് ഇതിന് മിണ്ടാതിരിക്കുന്നത്? അതിനേക്കാളും വലിയ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ലിസ്റ്റ് പ്രകാരമുള്ള ഈ വാർഡ് വിഭജനം എന്ന് പറഞ്ഞ് നടത്തിയിട്ടുള്ള തിരിമറികളാണ്. വോട്ട് ചോരി എന്ന് പറഞ്ഞ് ആരോപിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന CPM നടത്തിയിട്ടുള്ളത് വോട്ട് ചോരിക്ക് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വീട്ടിൽ തന്നെ 2 വോട്ട് ഒരു വാർഡില്, 2 വോട്ട് മറ്റേ വാർഡില്, ഒരാളുടെ വോട്ട് വേറൊരു വാർഡില്, വേറൊരാളുടെ വീട്ടിൽ വേറൊരാളുടെ, പിന്നെ ഇടയ്ക്കൂടെ നമുക്ക് കാണാൻ പറ്റാത്ത കുറെ വീടുകളും അവിടെ കുറെ വോട്ടേഴ്സും. വഞ്ചൂരിലെ കേസ് അതുപോലെ ഒറ്റപ്പെട്ടതല്ല, എല്ലാ വാർഡുകളിലും ഇതുപോലെ തിരിമറികളുണ്ട്. അവരേത് കുതന്ത്രം ഉപയോഗിച്ചും വോട്ട് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ മറികടന്ന് NDA BJP സഖ്യം ജയിച്ചു വരും, ഉറപ്പാണ്. മറ്റൊരു ചോദ്യം കൂടി എല്ലാവരും ചോദിച്ചിട്ടുണ്ടാകുന്നു വരുന്നു. അധികാരത്തിന്റെ ഉന്നത കേന്ദ്രങ്ങളിൽ ഇരുന്ന ഒരാളാണ്. അപ്പോൾ പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ജനങ്ങൾ അതിനെ അത്ഭുതത്തോടെയൊക്കെ കാണുന്നുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു പ്രതികരണം? പ്രത്യേകിച്ച് ശ്രീലേഖ RIPS ആരാണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അവരെപ്പോഴും ഒരു ഉന്നത സ്ഥാനത്ത് കണ്ട ഒരു വ്യക്തി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അതിന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഞാൻ അധികാരസ്ഥാനം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചിന്തയിലല്ല ജോലിയായിട്ടുള്ളത്. അതും ഒരു ജനസേവനം തന്നെയായിരുന്നു. വരുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര ജനസേവനം ചെയ്ത് ജനങ്ങൾക്കും സമൂഹത്തിനും സർക്കാരിനും നന്മ വരുത്താൻ വേണ്ടി മാത്രം ആണ് ഞാൻ 33.5 വർഷം പോലീസിൽ ജോലി ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ വ്യത്യാസം തോന്നുന്നില്ല. മറ്റുള്ളവർക്ക് വ്യത്യാസം തോന്നുന്ന, എനിക്കിപ്പോൾ ഫീൽഡിൽ ഇറങ്ങിയപ്പം എന്നെ മാഡം എന്നല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞ് വിളിക്കാൻ ഒരു മടി കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്നീ പേര് വിളിക്കൂ, അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിക്കൂ, അല്ലെങ്കിൽ അമ്മ എന്ന് വിളിക്കൂ എന്നൊക്കെ. ഇപ്പം കൂടെയുള്ളവർ അങ്ങനെയൊക്കെ വിളിച്ചു തുടങ്ങി.
ഇവിടെ വീടുകളിൽ പോകുമ്പോൾ അവരിപ്പോഴും മാഡം തന്നെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു താമസിയാതെ മാറും ശീലിച്ചുകൊണ്ട്. പ്രതീക്ഷകൾ നന്നായി വരട്ടെ. എന്തായാലും വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമായി ശ്രീലേഖ IPS തിരുവനന്തപുരത്ത് മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര പദ്ധതികൾ എങ്ങനെയാണ് സംസ്ഥാനത്ത് അവരുടെ പദ്ധതികളെ അവതരിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തുറന്നുകാട്ടി. അതോടൊപ്പം തന്നെ മേയർ അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമല്ലാത്തതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമായ കാര്യങ്ങളും ചോദ്യം ചെയ്തുകൊണ്ട് ശ്രീലേഖ IPSന്റെ പ്രചാരണം തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ വിജയം സായിക്കൊപ്പം പ്രജിത് മോഹനൻ, ജനം.